ഹലോ നമസ്കാരം. സന്തോഷ്. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമാവുകയും ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള EMS നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭരണം കേന്ദ്ര സർക്കാർ കോൺഗ്രസ് സർക്കാർ പിരിച്ചുവിടുകയും തുടർച്ചയായി വന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ 14-ാം സംസ്ഥാന തെരഞ്ഞെടുപ്പും 15-ാം സംസ്ഥാന തെരഞ്ഞെടുപ്പും ഇടതുപക്ഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണം പൂർത്തിയാക്കി. കേരള സംസ്ഥാനത്തിൻ്റെ പേർ BJPയുടെ NDAയുടെ സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും കേരളം എന്ന പേരിൽ നാമകരണം മാറ്റി. കേരളത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണം നിലനിന്നിരുന്ന പഞ്ചായത്തുകൾ UDF പിടിച്ചെടുക്കുകയും 16-ാം സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ UDF സർക്കാരിൻ്റെ കാലത്ത് മുടങ്ങിയ ക്ഷേമ പെൻഷനുകൾ 2000 രൂപയായി വർദ്ധിപ്പിച്ച ഇടതു സർക്കാർ, ദുരന്തബാധിത സന്ദർഭങ്ങളിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, ഇടതുപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ്റെ വിയോഗം, വിടവ് നികത്തി ഇടതുപക്ഷ നേതാക്കൾക്ക് മൂന്നാമതൊരു ഭരണം കേരളത്തിൽ വരുത്തുവാൻ കഴിയുമോ? കേരള കോൺഗ്രസിൻ്റെ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന് ശേഷം കേരളത്തിൽ നടന്ന തുടർച്ചയായ 10 വർഷത്തെ LDF ഭരണത്തിൻ്റെ പോരായ്മകൾ ഉയർത്തിക്കാട്ടി കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ടീം UDFന് ഭരണം തിരിച്ചെടുക്കാൻ കഴിയുമോ? ഗുജറാത്ത് മുഖ്യമന്ത്രിയായി, ഇന്ത്യൻ പ്രധാനമന്ത്രിയായി, ലോക രാജ്യങ്ങളിലെ മികച്ച നേതാവായ, ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാക്കിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ, തൃശ്ശൂരിൽ ആദ്യമായി ഒരു MP-യും കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപിയും, ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയുടെ NDAയുടെ ഭരണത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും മത്സര രംഗത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ 4-ാം തീയതി കേരളത്തിൽ വീണ്ടും എത്തുന്നു. കേരളത്തിൽ 890 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്ത്. ഏപ്രിൽ 9-ാം തീയതി വിധി എഴുതുമ്പോൾ മെയ് 4-ാം തീയതി റിസൾട്ട് അറിയാം. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കൂ.